ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു കുർത്തി ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ 2.25 മീറ്ററാണ് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് 1 മീറ്ററിൻ്റെ ലേസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ ഭാഗത്തും 7 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി ചെസ്റ്റിൻ്റെ അളവ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് ഞാനൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴ്ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് ആ ഒരു ഭാഗവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ മെറ്റീരിയൽ അത്ര തികയാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഒരു പ്ലീറ്റഡ് ടോപ്പ് അല്ല ചെയ്യുന്നത്. ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 2.25 മീറ്ററൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റഡ് ടോപ്പായിട്ട് ഇത് ചെയ്തെടുക്കാമേ. ഇനി യോക്ക് പീസിൻ്റെ ഭാഗത്ത് സൈഡിലായിട്ട് 1 ഇഞ്ച് ഇതേപോലെ ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ ഞാൻ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുവാണേ. യോക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് ഇത്രയും തുണിയാണ് മിച്ചമുള്ളത്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്ട്രാ വന്ന പീസസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ വരുന്ന കട്ട് പീസസിൽ നിന്നാണ് ഞാൻ പോക്കറ്റിൻ്റെ ഭാഗമൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് സ്കേർട്ടിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ യോക്ക് പീസ് ഞാനൊരു 15 ഇഞ്ച് ലെങ്തിന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഒഴിവാക്കിയിട്ട് ബാക്കി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 31 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത്. ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തുണി 4ആയിട്ട് മടക്കിയാണ് ഇട്ടിട്ടുള്ളത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്ന പാർട്ട് വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഹാഫ് സ്ലീവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് എടുക്കുന്നത്. നീളം ഞാനൊരു 5.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇത് കോളറൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് 5.5 ഇഞ്ച് ലെങ്ത് മതിയാകും. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 6 ഇഞ്ച് വരെയൊക്കെ എടുക്കാമേ. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് എടുക്കാം. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് എടുക്കുന്നത്. നീളം ഞാനൊരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാമേ. അപ്പോൾ ഇതേപോലെ അതൊരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു യൂനക്കാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഫ് സ്ലീവ് കൊടുക്കാം. പഫ് സ്ലീവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. അപ്പോൾ ആദ്യമേ തന്നെ നെക്കിൻ്റെ നല്ല വശത്തായിട്ട് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് ആ ഒരു വീനൊക്കെ അതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ലൈനിങ് പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നെക്കിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ വന്ന തുണിയൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കറക്റ്റ് സെൻറ്ററിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ ഒരു ചെറിയ കട്ടിങ്സ് ഇട്ടിട്ട് നമുക്കിത് മറിച്ചിട്ടിട്ട് മീതെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, പതിച്ചടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈനിങ് പീസ് നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മെയിൻ ക്ലോത്തും ആയിട്ട് വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുത്താലോ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലിടാനുള്ളതായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഇതേപോലെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് പിടിച്ചിട്ടിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സൈഡിലും ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഭാഗം പതിച്ചടിച്ചെടുക്കണം. അതുപോലെ തന്നെ ആ ഒരു ലൈനിങ് ക്ലോത്തും കൂടെ ഹെം ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് എൻഡ് ഭാഗം എത്തുമ്പോൾ ഒന്ന് മറിച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ലൈന് കറക്റ്റ് ക്രോസ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ലേസ് കുറച്ച് വീതി കുറഞ്ഞ ലേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി ആ വരച്ച ലൈനിലൂടെ ഇതായി കാണുന്ന പോലെ 1-2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒരു ലേസ് നിവർത്തി ഇടുമ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യാത്തത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിവർത്തി ഇടുമ്പോൾ കറക്റ്റ് താഴ്ഭാഗം ഒരു ചെറിയ വി ഷേപ്പിൽ വരും. കുറച്ചുകൂടെ വീതി കൂടിയ ലേസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇത് നെക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വീനൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. യൂനക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്തെത്തുമ്പോൾ നീഡിൽ ഇതേപോലെ കുത്തി നിർത്തി കൊടുത്തിട്ട് തിരിച്ച് ബാലൻസ് വരുന്ന ഭാഗം മുകളിലേക്ക് തയ്ച്ചു കൊടുക്കുക. കണ്ടോ? ഞാനിവിടെ 1 മീറ്ററാണ് ലേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ലീവിൻ്റെ ഭാഗത്തൊന്നും വയ്ക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മീറ്ററെങ്കിലും വാങ്ങിക്കണേ.
ഈ ഒരു രീതിയിലാണ് നമ്മൾ വി നെക്കിൽ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് വയ്ക്കാം. അപ്പോൾ സ്ലീവ് ഞാൻ ചെറിയൊരു ഹാഫ് സ്ലീവാണ് എടുത്തിട്ടുള്ളത്. പഫ് സ്ലീവ് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇനി ഈ ഒരു സ്ലീവ് നമുക്ക് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി സ്കേർട്ടിൻ്റെ പീസ് എടുക്കാം. ഇതിപ്പോൾ കുറച്ച് തുണിയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഫുള്ളി ഒരു പ്ലീറ്റഡ് സ്കേർട്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് സെൻറ്ററിലായിട്ട് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടിട്ടുള്ളത്, കണ്ടോ. ഇനി ഫ്രണ്ട് പീസിൻ്റെ യോക്ക് പീസും കൂടെ ഇതേപോലെ കറക്റ്റ് രണ്ടായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ട ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് എക്സ്ട്രാ വരുന്ന ഭാഗം ഏതാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് പ്ലീറ്റ്സ് വരേണ്ടത്, കണ്ടോ. ഇനി നമുക്ക് ഇത് നിവർത്തിയിട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കുമാണ് പ്ലീറ്റ്സ് വരുന്നത്. മെറ്റീരിയൽ തികയാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പ്ലീറ്റഡ് ടോപ്പായിട്ട് ചെയ്താലും മതി. ഇതിനി നമുക്ക് യോക്ക് പീസുമായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് നോക്കാം കറക്റ്റ് തുണി തികയുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ കറക്റ്റ് തുണി തികയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ സെൻറ്ററിലായിട്ടാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത്, ഇല്ലെങ്കിൽ വൃത്തികേടാണ് കേട്ടോ. ഇനി ഫ്രണ്ട് സൈഡിലായിട്ട് 2 പോക്കറ്റ്സ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 പീസ് തുണിയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 7.5 ഇഞ്ചും നീളം 10 ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ 4 പീസ് തുണിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഫ്രണ്ട് പീസിലെ സ്കേർട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളവും ദൈ കാണുന്ന പോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ദൈ കാണുന്ന പോലെ ഒരു ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം, നമ്മൾ ഈ നെക്കിനൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ, കണ്ടോ. ഇനി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് പുറത്തേക്ക് പോകുന്ന പോലെ ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം. നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കില്ലേ അതേപോലെ. അതിനുശേഷം ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണേ, കണ്ടോ. ഇനി പോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക, കണ്ടോ. അതായത് തുണിയുടെ നല്ല വശം പോക്കറ്റിൻ്റെ നല്ല വശമായിട്ട് ചേർത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നീങ്ങി പോകാതിരിക്കാൻ ഒന്ന് പിന്നൂത്തി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ കണ്ടല്ലോ, ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തുണി വയ്ക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കേർട്ടിൻ്റെ നല്ല വശത്തായിട്ട് ഈ ഒരു പോക്കറ്റിൻ്റെ തുണി ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശമാണ് വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്, കണ്ടോ. അപ്പോൾ ആ ഒരു കർവി ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെയും എക്സ്ട്രാ വരുന്ന ആ ഒരു ക്ലോത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം, കണ്ടോ. എന്നിട്ട് ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പീസ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിവിടെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്കിൽ വെച്ച ലേസ് ഉണ്ടല്ലോ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ലേസ് വയ്ക്കുമ്പോഴത്തേക്കും സൈഡിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കുറച്ചിട്ട് ലേസ് വെച്ചാൽ മതി. കാരണം അത് നമ്മൾ പിന്നീട് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ തയ്യൽ തുമ്പ് വരുന്ന ഭാഗമാണേ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത പീസ് എടുക്കുവാണേ പോക്കറ്റിൻ്റെ. അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു എൻഡ് ഭാഗം കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ സ്ക്വയർ പീസസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണേ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നൂത്തി കൊടുക്കുവാണേ. ഇതിപ്പോൾ ഞാനിവിടെ തുണി വെച്ചിട്ട് ഇതേപോലെ പിന്നൂത്തി കൊടുത്തിട്ടുണ്ട്, കണ്ടോ. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് ഭാഗത്ത് ഇതേപോലെ മാർക്ക് ചെയ്യുന്നില്ലേ, അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും സ്കേർട്ട് മാറ്റിയിട്ടിട്ട് പോക്കറ്റിൻ്റെ ഭാഗം മാത്രം വരത്തക്ക രീതിയിൽ ക്ലോസ്ഡ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു രീതിയിൽ സ്ലാഷ് പോക്കറ്റ് വെച്ചിട്ടുള്ള ട്യൂണിക് ടോപ്പ് ഇതിന് മുന്നേ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ പോക്കറ്റിൻ്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോക്കറ്റ് ലോക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് ആ ഒരു യോക്കിൻ്റെ പീസ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകും. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പോക്കറ്റ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും പോക്കറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് 2 സൈഡിലും ഈ ഒരു രീതിയിൽ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യോക്ക് പീസും സ്കേർട്ട് പീസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ യോക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് സ്കേർട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും.
അപ്പോൾ അതേ ഫ്രണ്ട് പാനൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നമ്മൾ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്ന പോക്കറ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പീസിൽ നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ടാണ് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയൽ തികയാത്തത് കൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളി പ്ലീറ്റഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബാക്ക് പീസിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാനലിൻ്റെ യോക്കും അതുപോലെ തന്നെ സ്കേർട്ടും ഇതേപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ അതും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നിവർത്തിയിട്ടിട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷേപ്പിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൈഡിലായിട്ട് സ്കേർട്ടിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് ആണ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം താഴ്ഭാഗം കൂടെ മടക്കി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പിൻ്റെ ലുക്ക് ഇതാണ്. പഫ് സ്ലീവ്സ് കൊടുത്തിട്ട് അവിടെയും കൂടെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പിന്നെ വീട്ടിലിടാൻ വേണ്ടി ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ വള്ളി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.